നമസ്കാരം, ഞാൻ രവി കേശവന്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നിരൂപണം ചെയ്യുന്ന സിനിമ മോഹൻലാൽ ശോഭന താരജോഡികളുടെ അതിഗംഭീരമായി പകർന്നാടി അഭിനയിച്ച തുടരും എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഈ സിനിമ. അത് തിരക്കഥ എഴുതിയിരിക്കുന്നത് സംവിധായകനായ തരുൺ മൂർത്തി, അദ്ദേഹത്തോടൊപ്പം KR സുനിൽ എന്ന മറ്റൊരാളും കൊണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർത്തിരിക്കുന്ന ഒരു തിരക്കഥയെ ബേസ് ചെയ്തിട്ടാണ് തരുൺ മൂർത്തി തുടരും എന്ന് പറയുന്ന സിനിമ, മനോഹര സിനിമ എന്ന് തന്നെ അടിവരയിട്ട് പറയാം, സംവിധാനം ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ പറയുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും കഥയെക്കുറിച്ച് അത്യാവശ്യം ഒരു പരാമർശം മാത്രം നടത്തിപ്പോകുന്ന ഒരു ദുരഭിമാന കൊല, അതാണ് എൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, ഈ കൊല ചെയ്യപ്പെടുന്ന ആളാരാണെന്നും കൊലപാതകി ആരാണെന്നും ഇവരെ രണ്ടുപേരെയും പ്രേക്ഷകരുടെ കൺമുമ്പിൽ നിന്ന് കാണാമറയത്ത് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രതികാര സിനിമയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇത് ഏകദേശം നമ്മൾ ദൃശ്യം സിനിമയുമായിട്ട് വളരെയധികം സമാനത പുലർത്തുന്ന ഒട്ടനവധി സീനുകളുമുണ്ട്. കഥയും കഥാപാത്രങ്ങളും കഥ പറയുന്ന രീതിയും ഒക്കെ ഏറെക്കുറെ അതുമായിട്ട് വളരെ സമാനത, യാദൃച്ഛ്യമായിരിക്കാം, പക്ഷെ വളരെയധികം സമാനത ദൃശ്യം കണ്ടു പഴകിയവർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇതിൽ കഥ പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ഈ കൊല ചെയ്യപ്പെടുന്ന ആളും കൊലപാതകയും രണ്ടുപേരെയും കാണാമറയത്ത് മാറ്റി നിർത്തിക്കൊണ്ടാണ് കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കഥ പറയുന്ന അതിൻ്റെ ഒരു ചടുലതയും തീവ്രതയും ഒക്കെ നിലനിർത്തുന്നതിനാവശ്യമായ രീതിയിൽ കൃത്യമായിട്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ തിരക്കഥ ചമച്ചു അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഘടനയുള്ളൊരു തിരക്കഥയിൽ നിന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കഥയും തിരക്കഥയും ഏതാണ്ട് ഭദ്രമാണ്. എന്നെ സംബന്ധിച്ച് തിരക്കഥയാണ് സിനിമയുടെ നട്ടെല്ലെന്ന് കരുതുന്നതുകൊണ്ടാണ് സിനിമയുടെ തിരക്കഥയെക്കുറിച്ച് തന്നെ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ഇനിയും കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോൾ, ഈ കഥാപാത്രങ്ങൾ നമുക്കറിയാം, മോഹൻലാൽ ശോഭന അവരുടെ താരജോഡികൾ ദമ്പതികളായിട്ട് വരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലെ ദമ്പതികൾ എന്ന രണ്ട് വേഷമാണ് ഇവർ പകർന്നാടുന്നത്. പിന്നെ അവർക്ക് രണ്ട് മക്കൾ, ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റായ മോള്. ഇവരോടൊപ്പം തന്നെ ഇർഷാദ്, ഫർഹാൻ ഫാസിൽ, ബിനു, പപ്പു, പിന്നെ ഒരു പുതുമുഖ വില്ലനായിട്ടെത്തുന്ന പ്രകാശ് വർമ്മ. ഇങ്ങനെ വിരലെണ്ണാവുന്ന താരനിര മാത്രമല്ല, അല്ലാതെ വലിയ ബൃഹത്തായ ഒരു താരനിരയുടെ പിൻബലത്തിലൊന്നുമല്ല ഈ കഥ പറഞ്ഞു പോകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ ആയതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ആദ്യം അദ്യന്തം ആ സിനിമ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ കൂടി അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചലച്ചിത്രമാണ്. നമുക്ക് 90കളുടെ അവസാനം വരെ ഉണ്ടായിരുന്നൊരു മോഹൻലാലിനല്ല പിന്നീട് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന് മുൻപുണ്ടായിരുന്ന ആ മോഹൻലാലിനെ ആണ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര മനോഹരമായ ഒരു പകർന്നാട്ടമാണ് മോഹൻലാൽ ബെൻസ് എന്ന തൻ്റെ കഥാപാത്രത്തിലൂടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ കഥാപാത്രത്തിന് തികച്ചും യാദൃച്ഛികമായിരിക്കാം ദൃശ്യം എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തോട് വളരെയധികം സമാനത വന്നു ചേരുന്നുണ്ട് എന്നുള്ളതും ആ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ കുറേ സമാന സീനുകൾ ഇതിനകത്ത് വന്നു ചേരുന്നു എന്നതും ഒരു ചെറിയ ന്യൂനതയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകം, ഈ സിനിമയെ ജീവസുറ്റതാക്കുന്നത് ഷാജി കുമാറിൻ്റെ ക്യാമറയാണ്. അതിമനോഹരവും അത്യുജ്വലവും എടുത്തു പറയാതെ പറ്റില്ല. നമ്മൾ ഫ്രെയിമിൽ കാണുന്ന ഓരോ സൂക്ഷ്മ അംശങ്ങളിലേക്കും അതിസൂക്ഷ്മമായ കൃത്യതയാർന്ന ഒരു പ്രകാശ വിന്യാസം നടത്തിയിട്ടാണ് ഷാജി കുമാർ ഇതിൻ്റെ ഓരോ ഫ്രെയിമുകളും അണിയിച്ചൊരുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ വില്ലനെത്തിയ പ്രകാശ് വർമ്മ, അദ്ദേഹത്തിൻ്റെ സഹായത്തിയ ബിനു, പപ്പു, ഈ 3 കഥാപാത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ആ സിനിമയുടെ ആത്മാവും പരമാത്മാവും എല്ലാമായി നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത് ഷാജി കുമാറിൻ്റെ ക്യാമറ തന്നെയാണ്. മറ്റ് അനവധി ഘടകങ്ങളുണ്ട്, ആരും മോശക്കാരല്ല. അതിനകത്ത് വസ്ത്രാലങ്കാരം ആണെങ്കിൽ സമീറ സരീഷ്, മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ പട്ടണം റഷീദ്, ഇങ്ങനെ നിരവധിയായ ആൾക്കാരുണ്ട്. എങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു ഘടകം ഷാജി കുമാറിൻ്റെ ക്യാമറ തന്നെയാണ്. അടിവരയിട്ട് പറയേണ്ട ഒരു ഘടകമാണ്. അത് ആ സിനിമയുടെ ആത്മാവ് തന്നെ ആണെന്ന് പറയാം. പശ്ചാത്തല സംഗീതം
ഒരുക്കിയിരിക്കുന്നത് ജെക്സ് ബിജോയിയാണ്. 3 പാട്ടുണ്ട്. അതിലൊരു പാട്ട് അതിമനോഹരമാണ്. പശ്ചാത്തല സംഗീതവും സിനിമയുടെ ആ ഒരു ഒഴുക്കിന് അനുസൃതമായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് മിഴിവേകുന്നതും ചാരുത ഏറുന്നു അതോട് ഒത്തുചേർന്ന് നിൽക്കുന്ന രീതിയിലൊക്കെ തന്നെയുള്ള പശ്ചാത്തല സംഗീതമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്ന 2 പേർ ചേർന്നാണ്, നിഷാന്ത് യൂസഫും ഷെഫീഖും. എഡിറ്റിങ് സിനിമ ഒരു സസ്പെൻസ് ചിത്രം എന്നുള്ള രീതിയിൽ അത് അർഹിക്കുന്ന എല്ലാ രീതിയിലുള്ള ഒരു ചടുലമായ എഡിറ്റിംഗ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിലൊരു പോരായ്മയായിട്ട് എനിക്ക് എടുത്തു കാണിക്കാൻ തോന്നിയ ഒരു സാഹചര്യം അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു കട്ടിങ്ങാണ്. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഷോട്ട് എടുത്ത് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഇട്ടിരുന്നു എങ്കിൽ കുറച്ചുകൂടി മികവാർന്ന ഒരു നല്ല സേഫ് ലാൻഡിങ്ങിൽ ഇടവേള വന്ന് നിൽക്കുമായിരുന്നതാണ്. അതെന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ആ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അതിൻ്റെ സാങ്കേതിക ചേരുവകളും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരും. എന്നാൽ ഈ സിനിമയ്ക്ക് ചില ന്യൂനതകളും പോരായ്മയുണ്ട്. അതിലെടുത്ത് ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശോഭന എന്ന് പറയുന്ന നടിയുടെ ഒരു പ്രകടനം തന്നെയാണ്. അത് തിരക്കഥയിൽ വന്നൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രധാനമായിട്ടും ഈ ഇടവേളയ്ക്ക് മുൻപുള്ള ഈ ബെൻസ് എന്ന് പറയുന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശോഭന ഇവരവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിന് കുറച്ചുകൂടി മിഴിവും തികവും വരുന്ന രീതിയിൽ തിരക്കഥ രചിക്കാൻ കഴിയാതെ പോയതും, അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങൾ തമ്മിൽ ഉള്ള ദാമ്പത്യ ജീവിതത്തിന് ഒരു തീവ്രതയും ഒരു ആഴവും ഇതൊന്നും അല്ലെങ്കിൽ ആ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ തീവ്രതയൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ആ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ കഥാപാത്രങ്ങളോടൊപ്പം അവരുടെ ഒരു ഭാഗമായിട്ട് പോകാൻ പ്രേക്ഷകന് ചെറിയ ഒരു പിൻവലി വന്ന് സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് ആ തിരക്കഥയിലെ പ്രധാനം. പിന്നെ ഈ തിരക്കഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മോശമായി തോന്നിയ സംഭവം ഇന്നത്തെ സംഭാഷണങ്ങളാണ്. ഈ സംഭാഷണം പ്രത്യേകിച്ച് ഈ മുമ്പ് ശോഭന അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങൾ, വില്ലനായി എത്തിയ പ്രകാശ് വർമ്മയുടെ ഡയലോഗുകൾ, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് വിരമിക്കുന്ന സമയത്ത് അദ്ദേഹം നൽകുന്ന ഒരു മറുപടി പ്രസംഗമുണ്ട്. അതൊക്കെ വളരെ തികച്ചും അരോചകമായി തോന്നിയ ഒരു സംഭാഷണ സംവിധാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നാണ്, ഇച്ചിരി കൂടി ശ്രദ്ധ ഉണ്ടായിരുന്നു എങ്കിൽ. ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ട് എന്നത് ഒഴിച്ചാൽ കണ്ടിരിക്കാൻ മനോഹരമായ കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന ഒരു പ്രതികാര കഥയാണ് തുടരും എന്ന് പറഞ്ഞ കഥ. എല്ലാ രീതിയിലും തരുൺ മൂർത്തി എന്ന സംവിധായകൻ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്നത് ഒഴിച്ചാൽ ഷാജി കുമാറിൻ്റെ ക്യാമറയുടെ മിഴിവിൽ അതിമനോഹരമായ ഒരു സിനിമയായിട്ടാണ് തുടരും എന്ന സിനിമ എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു സിനിമ കൂടിയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാര്യം നമുക്കറിയാം, മോഹൻലാലിനെ 95-ന് ശേഷം നമുക്ക് അതിന് മുൻപുണ്ടായിരുന്നൊരു മോഹൻലാലല്ല പിന്നീട് നമ്മൾ കണ്ട. ആദ്യം അദ്ദേഹത്തിൻ്റെ സംഭാഷണം നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോകുന്നു. പിന്നെ അദ്ദേഹം എന്തൊക്കെ ബിംബങ്ങൾ പോലെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മെഴുക് പ്രതിമ പോലെയാണ് കഴിഞ്ഞ കുറേ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് സന്തോഷത്തോടെ ആഹ്ലാദിക്കാൻ വരുത്തുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ എല്ലാവരും പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമ വേദി, അതായത് നമ്മുടെ തിയേറ്ററുകളെല്ലാം ശുഷ്കവും ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. ആ ശൂന്യവും ശുഷ്കവുമായിട്ട് കിടക്കുന്ന സിനിമാ തിയേറ്ററുകൾക്ക് ഒരു പ്രചോദനവും അവിടത്തേക്ക് ഒരു തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകാൻ ഈ സിനിമ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ തന്നെയല്ല, മനസ്സിൽ നന്മയൊക്കെ സ്നേഹവും ഒക്കെ ഉള്ള അനുകമ്പയൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും പോയി കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയാണ്. അതിമനോഹര സിനിമയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന, കാണേണ്ട ഒരു നല്ല സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതിനെ വിലയിരുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.